കേൾക്കുവാനും അനുഭവിക്കാനൊക്കെ ഉണ്ടായ ഒരു അവസരത്തെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. എങ്കിലും ദൈവം എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശ്വാസമെല്ലാം എല്ലാ കുടുംബങ്ങളിലും ദൈവം നൽകട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉപവസിച്ച് തന്നെ നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഒരു അപേക്ഷ തന്നെ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ മക്കൾ കുഞ്ഞാകാം, ഒരുപക്ഷെ അവർക്ക് 40 വയസ്സ് കാണും, 30 വയസ്സ് കാണും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഓർത്ത് ജീവിച്ചിരിക്കും കാലം അവരുടെ വയസ്സ് നോക്കണ്ട, അവർക്കായി കരയുക. അവർ വിവാഹം കഴിഞ്ഞാൽ കാണും, അവർക്ക് മക്കളുടെ മക്കളൊക്കെ വന്ന് കാണുമെങ്കിലും നിങ്ങൾ അവരെ വിട്ടുകളയരുത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടമ്പെട്ടവരാണ്. യേശു ഇങ്ങനെ പറയുവാനിടയായി, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരെ ഓർത്തും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റൂ. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് പോലും നമ്മുടെ തലമുറകളെ നിയന്ത്രിക്കാൻ കഴിയാതായിരിക്കുകയാണ്. ഒരു നിയമം പാസ്സാക്കുമ്പോൾ മക്കൾ മറ്റൊന്ന് കണ്ടുപിടിക്കുകയാണ്. ഒരു വഴി അടയ്ക്കുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന സാധനം കൊണ്ടുവരുവാൻ അവർ മറ്റൊരു രഹസ്യാറം ഉണ്ടാകും.